നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. രാജ്യത്തെ നടുക്കി മഹാരാഷ്ട്രയിൽ നിന്നുള്ള കൊടും ക്രൂരതയുടെ വാർത്ത. 10 വയസ്സുകാരിയെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തി മൃതദേഹം മാലിന്യക്കുഴിയിൽ തള്ളി. കേസിൽ അറസ്റ്റിലായ അയൽക്കാരനായിട്ടുള്ള ഒരു യുവാവിനെയാണ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. തിങ്കളാഴ്ചയാണ് ക്രൂരമായ കൊലപാതകം നടന്നത്. മുംബൈ സ്വദേശിയായ 20-കാരനാണ് പോലീസിന്റെ പിടിയിലായത്. ആസിഫ് മൻസൂരി എന്നാണ് അവന്റെ പേര്. വൈകിട്ട് വീടിന് മുന്നിൽ കളിച്ചുകൊണ്ടിരുന്ന കുട്ടിയെ പ്രതി തന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ ശേഷം അർദ്ധനഗ്നമായ മൃതദേഹം കെട്ടിടത്തിന്റെ മാലിന്യ കുഴിയിൽ തള്ളിയെന്നാണ് പോലീസ് പറയുന്നത്. മുംബൈയിലെ സാമ്രാട്ട് നഗറിലുള്ള ഫ്ളാറ്റിലാണ് കൊലപാതകം നടന്നത്. പെൺകുട്ടിയെ പീഡിപ്പിച്ച് കഴുത്തറുത്ത് കൊലപ്പെടുത്തുകയായിരുന്നു. ശേഷം മൃതദേഹം ബാത്റൂമിന്റെ ജനൽ വഴി പുറത്തേക്ക് തള്ളി. 6ാം നിലയിൽ നിന്നാണ് പുറത്തേക്കിട്ടത്. കുഞ്ഞിനെ കാണാനില്ലാതെ തെരച്ചിൽ നടത്തിയപ്പോഴൊന്നും എവിടേക്കാണ് പോയതെന്ന് ആദ്യം കണ്ടെത്തിയിരുന്നില്ല. പിന്നീട് വൈകിട്ട് 7:30-ഓടെ ഒരാൾ ചിപ്സും ചോക്ലേറ്റും നൽകി അടുത്തുള്ള അപ്പാർട്ട്മെന്റിലേക്ക് കൊണ്ടുപോകുന്നത് കണ്ടുവെന്ന് പെൺകുട്ടിയുടെ സുഹൃത്തായ 11-കാരനാണ് കുട്ടിയുടെ അമ്മയോട് പറഞ്ഞത്. കുട്ടിയെ കുറച്ചു നാളായി ഇയാൾ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നെന്നും ആൺകുട്ടി പറഞ്ഞു. സമയം 9:45 ആയിട്ടും കുട്ടിയെ കണ്ടെത്താനായില്ല. ഈ സമയം സമീപത്തെ അപ്പാർട്ട്മെന്റിലെ മാലിന്യക്കുഴിയിലേക്ക് എന്തോ വീഴുന്ന വലിയ ശബ്ദം കേട്ടു. ഇതോടെ അവിടുത്തെ താമസക്കാർ നടത്തിയ പരിശോധനയിലാണ് അർദ്ധനഗ്നമായ നിലയിൽ പെൺകുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയത്. ഭർത്താവിന്റെ മരണശേഷം വീട്ടുജോലിക്ക് പോയാണ് പെൺകുട്ടിയുടെ അമ്മ കുടുംബത്തിലെ ചെലവുകൾ നോക്കിയിരുന്നത്. മകൾ പരീക്ഷ കഴിഞ്ഞ് വൈകിട്ട് 6 മണിക്ക് വീട്ടിലെത്തി. അവൾക്ക് ഭക്ഷണം നൽകി പഠിക്കാനിരുത്തി. നാളത്തെ പരീക്ഷയ്ക്കുള്ളതെല്ലാം പഠിച്ചു. ഞാൻ കളിക്കാൻ പോകട്ടെ എന്ന് അവൾ എന്നോട് ചോദിച്ചു. സമ്മതിച്ച ശേഷം താൻ ജോലിക്ക് പോയി. മകളെ നേരത്തെ കിടത്തി ഉറക്കാനായിട്ട് 8 മണിക്ക് തന്നെ മടങ്ങിയെത്തി. പക്ഷെ അവൾ വീട്ടിലുണ്ടായിരുന്നില്ല. താൻ ചുറ്റുപാടും തിരഞ്ഞെങ്കിലും അവളെ കണ്ടെത്താനായില്ലെന്നും നിറകണ്ണുകളോടെ കുട്ടിയുടെ അമ്മ പറഞ്ഞു. പോലീസ് എത്തി മാലിന്യ കുഴിയിൽ നിന്ന് മൃതദേഹം പുറത്തെടുത്താണ് പോസ്റ്റ്മോർട്ടത്തിന് അയച്ചത്. 11-കാരന് സംശയം തോന്നിയ ആസിഫ് അക്ബർ മൻസൂരി എന്നയാളെ കസ്റ്റഡിയിലെടുത്ത് പോലീസ് ചോദ്യം ചെയ്തപ്പോഴാണ് ദുരൂഹത അഴിഞ്ഞത്. തുടർന്ന് പ്രതി കുറ്റസമ്മതിക്കുകയായിരുന്നു. കഴുത്തിൽ ആഴത്തിലുള്ള മുറിവും ലൈംഗിക അതിക്രമം കാരണമുണ്ടായ ആഘാതവുമാണ് മരണത്തിന് കാരണമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത്. പോക്സോ ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയാണ് പ്രതിക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. മകളെ ക്രൂരമായി കൊലപ്പെടുത്തി മാലിന്യക്കുഴിയിൽ തള്ളിയ പ്രതിക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നും പെൺകുട്ടിയുടെ അമ്മ പറഞ്ഞു. ഇതും കൂടാതെ ഇന്ന് കോയമ്പത്തൂരിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ ഒരു പാസ്റ്റർക്കെതിരെ കേസെടുത്തു. സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ പ്രശസ്തനായ ജോൺ ജബാരാജിനെതിരെയാണ് കേസെടുത്തത്. പ്രായപൂർത്തിയാകാത്ത 2 പെൺകുട്ടികളെയാണ് ഇയാൾ പീഡിപ്പിച്ചത്. പെൺകുട്ടികൾ നൽകിയ പരാതിയെ തുടർന്ന് ഇയാൾക്കെതിരെ പോക്സോ ചുമത്തി FIR രജിസ്റ്റർ ചെയ്തു. നിലവിൽ ഒളിവിലാണ് ഇയാൾ. കോയമ്പത്തൂരിലെ കിങ് ജനറേഷൻ പ്രാർത്ഥനാ ഹാളിലെ പാസ്റ്ററാണ് ജോൺ ജബരാജ്. 2024 മെയ്യിലായിരുന്നു കേസിന് ആസ്പദമായ സംഭവം. ജബരാജിന്റെ വീട്ടിൽ വെച്ചാണ് പീഡനം നടന്നത്. 17ഉം 14ഉം വയസ്സ് പ്രായമുള്ള പെൺകുട്ടികളാണ് പീഡനത്തിനിരയായത്. ജബരാജിന്റെ ഭാര്യ പിതാവിനും സംഭവത്തിൽ പങ്കുണ്ടെന്നാണ് വിവരം. 17-കാരി പാസ്റ്ററുടെ ഭാര്യ പിതാവ് ദത്തെടുത്ത അനാഥയായ കുട്ടിയായിരുന്നു. 14-കാരി അയൽവാസിയും. കഴിഞ്ഞ വർഷം ജോണിന്റെ വീട്ടിൽ ഒരു പാർട്ടിക്ക് പോയപ്പോഴാണ് 2 പെൺകുട്ടികളെയും ഉപദ്രവിച്ചത്. സംഭവം ആരോടെങ്കിലും പറഞ്ഞാൽ കൊന്നുകളയുമെന്ന് പാസ്റ്റർ ഭീഷണിപ്പെടുത്തി. ഇയാളാണ് കുട്ടികളെ വീട്ടിലെത്തിച്ചത്. ഒളിവിൽ പോയ ജബരാജിനെ കണ്ടെത്താനുള്ള അന്വേഷണം ആരംഭിച്ചു. ഇതിനായി പ്രത്യേക സംഘത്തെയും രൂപീകരിച്ചിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിൽ സജീവമാണ് പ്രതിയായ പാസ്റ്റർ. യൂട്യൂബ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം തുടങ്ങിയ പ്ലാറ്റ്ഫോമുകളിൽ വലിയ തോതിൽ ഫോളോവേഴ്സ് ഉള്ള വ്യക്തിയാണ് ഈ പറയുന്ന പാസ്റ്റർ ജോൺ ജബരാജ്. 11 മാസങ്ങൾക്ക് ശേഷമാണ് കുടുംബാംഗങ്ങൾ കേസ് പോലീസിനെ അറിയിച്ചത്. മാർച്ച് 21 മുതൽ ജോൺ ഒളിവിലാണെന്ന് പോലീസ് അവകാശപ്പെടുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ ഔദ്യോഗിക ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് മാർച്ച് 31-ന് ചെന്നൈയിൽ നടക്കുന്ന അദ്ദേഹത്തിന്റെ അടുത്ത പ്രാർത്ഥന പരിപാടിയുടെ പോസ്റ്റ് പങ്കുവച്ചിരുന്നു. ഒളിവിൽ കഴിയുന്ന ജോൺ ജബരാജിനെ പിടികൂടാൻ ജില്ലാ പോലീസ് ഒരു പ്രത്യേക സംഘത്തെയും രൂപീകരിച്ചു. ഇതിനെ തുടർന്ന് പോക്സോ നിയമത്തിലെ 9(1)(m) 10 വകുപ്പുകൾ പ്രകാരം ലൈംഗിക അതിക്രമത്തിന് കേസെടുത്തു. ഒളിവിൽ കഴിയുന്ന ജോൺ ജബരാജിനെ പിടികൂടാൻ ഇതുവരെയായിട്ടും സാധിച്ചിട്ടില്ലെന്നാണ് പോലീസ് പറയുന്നത്. സുവിശേഷ സംഗീതത്തിലും ശുശ്രൂഷയിലും അറിയപ്പെടുന്ന ഒരു സോഷ്യൽ മീഡിയ വ്യക്തിത്വം കൂടിയാണ് ജബരാജ്. യൂട്യൂബ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം എന്നിവയിലൊക്കെ തന്നെ വളരെയധികം ഫോളോവേഴ്സാണ് ഈ പറയുന്ന ജോണിൻ്റെ പ്രാർത്ഥനകളും അതുപോലെ തന്നെ പ്രസംഗങ്ങളൊക്കെ തന്നെ കേൾക്കുന്നവർ. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും ചർച്ച ഒരു സാന്നിധ്യം നിലനിർത്തുന്നുണ്ട്. അവിടെ അവർ അവരുടെ സേവനങ്ങളുടെയും പരിപാടികളുടെയും അപ്ഡേറ്റുകളും പ്രഖ്യാപനങ്ങൾ എന്നിവ പങ്കിടുന്നു. ഇത്രയേറെ ക്രൂരത ഇപ്പോഴും നടക്കുമ്പോൾ കേരളത്തിൽ ഇന്നലെ മുതൽ ഒരു വാർത്തയേറെ ശ്രദ്ധ നേടുന്നുണ്ട്. അതുകൂടി പറയാതിരിക്കാനായിട്ട് സാധിക്കില്ല. മകളെ ബലാത്സംഗം ചെയ്ത് കൊന്ന കേസിലെ പ്രതിയെ കൊലപ്പെടുത്തിയ മഞ്ചേരിയിലെ ശങ്കരനാരായണൻ എന്ന് പറയുന്ന ഒരു അച്ഛൻ കഴിഞ്ഞ ദിവസം മരിച്ചിരുന്നു. 75 വയസ്സായിരുന്നു പ്രായം. തിങ്കളാഴ്ച രാത്രിയോടെയായിരുന്നു അന്ത്യം. ഈ വാർത്ത വന്നതിന് പിന്നാലെ സോഷ്യൽ മീഡിയ പേജുകളിലെല്ലാം ശങ്കരനാരായണനും അദ്ദേഹത്തിന്റെ മകളും അവരെ ഓർത്തുകൊണ്ടും ആ അച്ഛൻ തന്റെ മകൾക്ക് വേണ്ടി ചെയ്ത കടമയെക്കുറിച്ചുള്ള പോസ്റ്റുകളും വാർത്തകളും നിറയുകയാണ്.
2001 ഫെബ്രുവരി 9 സ്കൂൾ വിട്ട് വരുന്ന വഴിയാണ് 13 വയസ്സുകാരിയെ അയൽവാസിയായ മുഹമ്മദ് കോയ ബലാത്സംഗത്തിന് ഇരയാക്കി അതിക്രൂരമായി കൊലപ്പെടുത്തിയത്. ജാമ്യത്തിലിറങ്ങിയ പ്രതി ജൂലൈ 27 വെടിയേറ്റ് കൊല്ലപ്പെട്ടു. പിന്നാലെ ശങ്കരനാരായണൻ പോലീസിൽ കീഴടങ്ങി. മഞ്ചേരി സെഷൻസ് കോടതി ശങ്കരനാരായണനെയും മറ്റ് 2 പ്രതികളെയും ജീവപര്യന്തത്തിന് ശിക്ഷിച്ചെങ്കിലും പിന്നീട് ഹൈക്കോടതി വെറുതെ വിട്ടു. സിനിമാ കഥയെ പോലെ നടുക്കത്തോടെയും അമ്പരപ്പോടെയും മാത്രം ഓർക്കുന്ന ഒരു യഥാർത്ഥ ജീവിത കഥയാണത്. 2001 ഫെബ്രുവരിയിൽ ആ വൈകുന്നേരം പശുക്കളെ വളർത്തി ജീവിച്ചു പോന്ന ശങ്കരനാരായണൻ എന്ന ആ മനുഷ്യനെ ഒരിക്കലും മറക്കാനാകുമായിരുന്നില്ല. 13 വയസ്സ് മാത്രം പ്രായമുള്ള തൻ്റെ മകളെ സ്കൂൾ വിട്ട് തിരിച്ചെത്തിയില്ല. പിന്നീട് നടത്തിയ തിരച്ചിലാണ് അവളുടെ മുറിവേറ്റ ചോര വാർന്ന മൃതദേഹം വഴിയിലുള്ള തോട്ടത്തിൽ കണ്ടെത്തിയത്. തിരയാൻ കൂടെയുണ്ടായിരുന്നതോ അയൽവാസിയായ മുഹമ്മദ് കോയ. ശങ്കരനാരായണന്റെ മനസ്സ് മുറിഞ്ഞുപോയി. പരിചയക്കാർ ആരെങ്കിലും ആകാം കൊലപ്പെടുത്തിയത് സംശയത്തിൽ പോലീസിന്റെ അന്വേഷണം നീണ്ടു. തിരച്ചിലിന് മുന്നിലുണ്ടായിരുന്ന അയൽവാസി മുഹമ്മദ് കോയ പിന്നീട് മുങ്ങി. നാട്ടിലെ സ്ത്രീകളെ ഉപദ്രവിച്ചതും ഒളിതോട്ടത്തിനും ലഹരി കേസുകളിലും മറ്റും പ്രതിയായ 24-കാരൻ മുഹമ്മദ് കോയയെ പിടികൂടി പോലീസ്. ഇയാൾ ഈ പെൺകുട്ടിയെ കൊന്നു തള്ളുന്നതിനിടെ കൈക്കലാക്കിയ ആഭരണങ്ങളും കണ്ടെത്തും. ഇതേവരെയുള്ള കഥ സാധാരണ കൊലപാതക കേസുകളിലെ പതിവ് ചിത്രം. പക്ഷെ പിന്നീടാണ് യഥാർത്ഥ ക്ലൈമാക്സ്. മകൾ പാറി നടന്ന വീടിനുള്ളിൽ ശങ്കരനാരായണൻ കയറാതെയായി. അവളോടൊപ്പം കിടന്നിരുന്ന കട്ടിൽ വീടിന് പുറത്തേക്കിട്ട് രാത്രികളിൽ തീ അണയാത്ത മനസ്സുമായി അയാൾ കഴിഞ്ഞു. കൊല നടന്ന മാസങ്ങൾക്കകം പ്രതി ജാമ്യത്തിലിറങ്ങി. പുറത്തിറങ്ങിയ മുഹമ്മദ് കോയയുമായി ശങ്കരനാരായണൻ ചെങ്ങാത്തത്തിലായി. നാട്ടുകാർ തലയിൽ കൈവച്ചു. അയാൾക്ക് കിറുക്കെന്ന് പറഞ്ഞു. അവരൊന്നിച്ച് നാട്ടിലെ പാറപ്പുറത്തിരുന്ന് മദ്യപിച്ചു. അങ്ങനെ നാട്ടുവർത്തമാനങ്ങളൊക്കെ പറഞ്ഞു. 2002 ജൂലൈ മാസം ആ നാട് കേട്ടുണർന്നത് മുഹമ്മദ് കോയയുടെ മരണവാർത്തയായിരുന്നു. ആ കുഞ്ഞു മകളുടെ കൊലയാളി പൊട്ടക്കിണറ്റിൽ വെടിയേറ്റു മരിച്ച നിലയിൽ. കൊന്നതാരെന്ന് പോലീസിന് സംശയമുണ്ടായിരുന്നില്ല. പോലീസ് ശങ്കരനാരായണനെ വീട്ടിലെത്തി അറസ്റ്റ് ചെയ്തു. ആ രാത്രി എന്ത് നടന്നുവെന്ന രഹസ്യം ശങ്കരനാരായണൻ ആരോടും പറഞ്ഞില്ല. എന്നേക്കുമായ രഹസ്യം അയാൾ മനസ്സിലൊളിപ്പിച്ചു. ഒരു കോടതിയിലും കുറ്റമേറ്റു പറഞ്ഞില്ല. മഞ്ചേരി സെഷൻസ് കോടതി കുറ്റക്കാരനെന്ന് കണ്ടെത്തി ശിക്ഷിച്ചു. കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് അയച്ചു. അപ്പീൽ ഹൈക്കോടതി പ്രോസിക്യൂഷനോട് ആ നിർണായക ചോദ്യം ചോദിച്ചു. സ്ഥിരം കുറ്റവാളിയായ അഹമ്മദ് കോയയ്ക്ക് ശങ്കരനാരായണൻ മാത്രമായിരുന്നു ശത്രു. അങ്ങനെ വാദപ്രതിവാദങ്ങൾക്കൊടുവിൽ ശങ്കരനാരായണനെ ഹൈക്കോടതി വെറുതെ വിട്ടു. വിട്ടയക്കപ്പെട്ടപ്പോൾ ജയിലിലും കടന്ന് സ്വതന്ത്രനായി ശങ്കരനാരായണൻ നീട്ടി വളർത്തിയ താടിയും മുടിയും വെട്ടിയൊതുക്കി. നിയമപ്രകാരമുള്ള മുന്നറിയിപ്പ് ഓർത്ത് ഒരിക്കലെങ്കിലും ചിരിച്ചു കാണും. ആരും നിയമം കയ്യിലെടുക്കരുത്. പീഡിപ്പിക്കപ്പെട്ട പെൺമക്കളുള്ള എല്ലാ അച്ഛന്മാർക്കും എക്കാലത്തേക്കുമായി ഒരേ ഒരു ഹീറോ, അതാണ് ശങ്കരനാരായണൻ. എന്നിട്ടും ഒരു മാറ്റങ്ങളും നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോഴും ഇത്തരത്തിലുള്ള ക്രൂരതകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് നമ്മൾ സൗമ്യയെ കണ്ടു, ജിഷയെ കണ്ടു. ഇങ്ങനെ നീണ്ടുപോവുകയാണ് പേരുകൾ. ഇതിനൊക്കെ എന്നൊരു അവസാനം ഉണ്ടാകുമെന്ന് ചോദിച്ചാൽ അതിനിന്നും ഒരു ഉത്തരം പറയാൻ നമുക്ക് ആർക്കും സാധിക്കില്ല.